സൂര്യൻ്റെ ചലനങ്ങൾക്ക് അനുസരിച്ച് സൂര്യൻ ഓരോ നക്ഷത്ര രാശിയിൽ കൂടി എപ്പോൾ കടന്നു പോകുന്നു അതിനനുസരിച്ചിട്ടാണ് ഓരോ ഞാറ്റുവേലയ്ക്കും ആ പേരും നക്ഷത്രങ്ങളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ഞാറ്റുവേല സമയത്തും ഞാറ്റുവേല കാലത്ത് ഏത് കൃഷി ഇറക്കണം, കൃഷിയുടെ ഏത് സ്റ്റേജിലാണ് എന്ത് ചെയ്യണം, നമ്മൾ വിളവിറക്കുവോ, വിത്തിറക്കുവാണോ, വിത്ത് നനയ്ക്കാൻ വെക്കുവാണോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതെല്ലാം അന്ന് തൊട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അതിനൊന്ന് ശാസ്ത്രീയമായിട്ടൊന്ന് കുറച്ചൊന്ന് മോഡിഫൈ ചെയ്തിട്ട് ക്രോപ്പ് വെതർ കലണ്ടർ എന്നുള്ള പേരിൽ നമ്മൾ ശാസ്ത്രീയമായിട്ടൊന്ന് പറയുന്നു. അത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നും എപ്പോഴും ഇല്ലെന്നാണ് കൃഷി വിദഗ്ധരൊക്കെ പറയുന്നത്. അപ്പം ഇന്നും നാട്ടിൻപുറത്തൊക്കെ കൃഷി ചെയ്യുന്നവരെല്ലാവരും ഈ പഴയ ആ ഒരു സങ്കല്പം ഉപയോഗിക്കുന്നുണ്ട്. അവർക്കറിയാം, അറിയാം, നമ്മളൊക്കെ അറിയാം. അതെ, അത് അതാണ് അവർ നിരീക്ഷണത്തിൽ നിന്നാണ്, നമ്മുടെ അനുഭവത്തിൽ നിന്നുമാണ്. പക്ഷെ ഇന്ന് സാർ ആദ്യം സൂചിപ്പിച്ച പോലെ അങ്ങനെ ഒരു എന്തൊക്കെ ശാന്തമായി സ്വസ്ഥമായി പോയിക്കൊണ്ടിരുന്ന ഒരു മഴക്കാലമോ അല്ലെങ്കിൽ മറ്റ് സീസണുകളോ ഒന്നും അല്ല നമ്മൾക്കുള്ളത്. അതുകൊണ്ട് കൂടിയാണ് സാർ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയുള്ള ചർച്ചകളും അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും പഠിക്കാൻ താല്പര്യമൊക്കെ കാണിക്കുന്നത്. ഒരു സുരക്ഷിതമായ ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ കാലവർഷം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം.